കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ അഴിമതി കേസിൽ കേരള ഹൈക്കോടതി മുമ്പാകെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഹാജരായി ക്ഷമ പറഞ്ഞു. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഭാരവാഹികളായിരുന്ന INTUCയുടെ നേതാവ് ചന്ദ്രശേഖരും MD ആയിരുന്ന KA രതീഷും അവരാണ് കശുവണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അഴിമതി കാണിച്ചതെന്ന് പറഞ്ഞ് 80 കോടിയുടെ അഴിമതി നടത്തിയെന്ന് CBI അത് കണ്ടെത്തി. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CBI കോടതിയിലെ അനുവാദം ചോദിച്ചു. കോടതി മുഖേന ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞപ്പം അനുവാദം കൊടുക്കാതെ വന്നപ്പം കോടതിയിലെ CBI ഈ വിവരം ഉണർത്തിച്ചപ്പം കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് സാങ്ഷൻ കൊടുക്കാൻ, പ്രോസിക്യൂഷൻ സാങ്ഷന് കൊടുക്കാൻ ഡയറക്ഷൻ പോയി. കാരണം 80 കോടിയുടെ അഴിമതി ഉണ്ടെന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ടിനകത്തും അവരെ കുറ്റച്ചാർജിനകത്തും അത് കണ്ടെത്തി. അത് CBI റാറ്റിഫൈ ചെയ്തു. CBI ആ കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ട് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന APM മുഹമ്മദ് ഹനീഷ് IAS അത് കൊടുത്തില്ല. കാരണം INTUC നേതാവ് R ചന്ദ്രശേഖരനെ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് KA രതീഷിനെ അവർ സംരക്ഷിച്ചു പോന്നു. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇടതുപക്ഷ ഗവൺമെൻറ് കൊടുത്തില്ല. INTUC നേതാവായിരുന്നിട്ടും ആ സാങ്ഷൻ കൊടുത്തകത്തുകൊണ്ട് അത് കോടതിയുടെ റിക്വസ്റ്റ് വന്നു. CBI കോടതിയിൽ ഉണർത്തിച്ചു. അവസാനം കോടതി അത് ഗവൺമെൻറ്റിലേക്ക് സാങ്ഷന് വേണ്ടി CBIയുടെ ആ റിപ്പോർട്ടിനടുത്ത് സാങ്ഷൻ കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും അത് നടന്നില്ല. ആ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് അത് പതുക്കി വെച്ചു. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞപ്പം അവരുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനായ APM മുഹമ്മദ് ഹനീഷിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനം എടുക്കാം. പക്ഷേ രാഷ്ട്രീയ വിധേയത്വം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് അദ്ദേഹം ഹാജരായില്ല. ഇപ്പം കോടതി വാണിംഗ് കൊടുത്തു. അടിയന്തരമായിട്ട് മറ്റ് നടപടിയിലേക്ക് കയറും എന്ന് തോന്നിയപ്പം ആ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഇപ്പം കോടതിയിൽ പോയി നിരുപാധികം മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞാൽ ഒക്കില്ല, എഴുതി മാപ്പ് പറയണമെന്ന് കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് എഴുതി മാപ്പ് കൊടുത്തു. അതേപ്പറ്റി മാപ്പ് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റിസ് ബദറുദ്ദീൻ അടുത്ത വിചാരണ ഡേറ്റിൽ മാത്രമേ പറയുള്ളൂ. എന്ത് തീരുമാനം എടുക്കുമെന്ന് അദ്ദേഹം അപ്പോൾ പറയും. ഏതായാലും എഴുതി റിട്ടണായിട്ട് മാപ്പപേക്ഷ എഴുതി കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്. പക്ഷേ അദ്ദേഹം ഇപ്പം പറഞ്ഞു ഇപ്പം തൻ്റെ കീഴിലല്ല ഇൻഡസ്ട്രീസ്, ഞാൻ ഇൻഡസ്ട്രീസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തനിക്ക് തൻ്റെ കീഴില പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആ സാങ്ഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുക്കുമായിരിക്കും എന്ന് അദ്ദേഹം കോടതി പറയുകയും ചെയ്തു. എന്തായാലും IAS ഉദ്യോഗസ്ഥന്മാർ പലരും രാഷ്ട്രീയപരമായി പല വിധേയത്വം പലരോടും കാണിക്കുന്നത് പലർക്കും ദൂഷ്യം ചെയ്തിട്ടുണ്ട്. ധാരാളം IAS ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തിട്ടും കേസിൻ്റെ പുറകെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിനെ അവർ താങ്ങി നിർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വരുമ്പം CBI കണ്ടെത്തിയ അതിനൊരു പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിലെ CBI അപേക്ഷിച്ചപ്പോൾ അത് കൊടുക്കുന്നതായിരുന്നു ബുദ്ധി. അതിന് പകരം കോടതിയെ ചൊടിപ്പിക്കരുത്. കോടതി അങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടും അത് വീണ്ടും ഡിലേ ചെയ്തു. ഇപ്പോൾ അത് നിരുപാധികം വന്ന് കോടതിയോട് മാപ്പ് അപേക്ഷിച്ചു. മാപ്പ് കൊടുത്തോ ഇല്ലയോ എന്ന് അടുത്ത വിചാരണ ഡേറ്റിലേ നമുക്കറിയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരരുത്, കൊണ്ടുവരുന്നത് നല്ലതല്ല. IASകാരായാലും സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, കോടതിയുടെ നല്ല ഉത്തമമായ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും നല്ലത്.